ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. സംസ്ഥാനത്ത് മെഡിക്കൽ കോളേജുകളിൽ PG സീറ്റ് വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തിയ കേസിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന ആലപ്പുഴ തലവടി സ്വദേശി കവിത പിള്ളയെ വയനാട്ടിൽ വെച്ച് പോലീസ് കസ്റ്റഡിയിലെടുത്തു. തിരുനെല്ലിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്നാണ് കവിത പിടിയിലായത്. തട്ടിപ്പിൽ ഉന്നതർക്ക് പങ്കുണ്ടെന്നും ഇത് സംബന്ധിച്ച് പിന്നീട് വെളിപ്പെടുത്തുമെന്നും കവിത പിള്ള പറഞ്ഞു. സംസ്ഥാനത്തെ വിവിധ ഇടങ്ങളിൽ നിന്നായി 6 കോടി രൂപയോളം തട്ടിയെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. മാധ്യമങ്ങളിൽ വാർത്തകൾ കണ്ട് തിരിച്ചറിഞ്ഞ ഹോട്ടൽ ഉടമയാണ് പോലീസിനെ വിവരമറിയിച്ചത്. ജഡ്ജി മുമ്പാകെ മാത്രമേ കാര്യങ്ങൾ പറയുകയുള്ളൂവെന്ന് കവിത മാധ്യമങ്ങളോട് പറഞ്ഞു. സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു സ്ഥലത്തും ഡിസ്ക്ലോസ് ചെയ്യാൻ ഞാൻ തയ്യാറല്ല. ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ആരൊക്കെ ഇടപെട്ടിട്ടുണ്ടോ, എന്തൊക്കെയുണ്ടോ അതിൻ്റെ എവിഡൻസും കാര്യങ്ങളും നേരിട്ട് കോടതിയിൽ ജഡ്ജിക്ക് മാത്രമേ ഹാൻഡ് ഓവർ ചെയ്യുള്ളൂ. അതുവരെ ജഡ്ജിക്ക് അത് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം എല്ലാ ചാനൽസിനെയും ഞാൻ ലൈവായിട്ട് പത്രസമ്മേളനത്തിന് വിളിക്കും. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് 24 ലക്ഷം രൂപ കവിത തട്ടിയെടുത്തിരുന്നു. ഇത് സംബന്ധിച്ച കേസിൽ മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകി. എന്നാൽ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി ഇത് തള്ളി. തുടർന്നാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത്. രാജ്യം വിടാൻ സാധ്യതയുള്ളതിനാൽ വിമാനത്താവളങ്ങളിൽ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. മീഡിയ 1 വയനാട്. സോളാർ തട്ടിപ്പ്, സ്വർണ്ണക്കടത്ത് കേസ്, അതിനു പുറമെ മുഖ്യമന്ത്രിയുടെ മുൻ ഗൺമാനായിരുന്ന സലീം രാജ് ഉൾപ്പെട്ട ഭൂമി തട്ടിപ്പ് കേസ്, ഇതിനു പിറകെ മെഡിക്കൽ കോളേജുകളിൽ സീറ്റ് വാഗ്ദാനം ചെയ്ത് PG സീറ്റ് വാഗ്ദാനം ചെയ്ത് നടത്തിയ തട്ടിപ്പിലെ മുഖ്യപ്രതിയെന്ന് സംശയിക്കുന്ന കവിത പിള്ള തിരുനെല്ലിയിൽ അറസ്റ്റിലായിരിക്കുന്നു. ഇതടക്കം ഈ തട്ടിപ്പുകളിൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഉന്നതർക്കും പങ്കുണ്ട് എന്ന ആരോപണം സജീവമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ വിഷയമാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ ചർച്ചയ്ക്കെടുക്കുന്നത്. കോൺഗ്രസ് നേതാവ് അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, സാമൂഹിക നിരീക്ഷകൻ K വേണു എന്നിവരെ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. DYFI നേതാവ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് സ്റ്റുഡിയോയിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിലേക്ക്. ലാലി വിൻസെന്റ്, ഒരു തട്ടിപ്പ് കേസിൽ കൂടി പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ പ്രതിയെന്ന് സംശയിക്കുന്ന സ്ത്രീയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അവർ പറയുന്നത് ഈ കേസിലും ഉന്നതർക്കും രാഷ്ട്രീയ പ്രവർത്തകർക്കും പങ്കുണ്ട് എന്നാണ്. അത് വൈകാതെ വെളിപ്പെടുത്തുമെന്നും. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇത്തരം കേസുകളിൽ രാഷ്ട്രീയ നേതാക്കളും പ്രവർത്തകരും ഉന്നതരും തുടരെ ഉൾപ്പെടുന്ന കാഴ്ചയാണ് കണ്ടുവരുന്നത്. പുതിയ കേസിലും അത്തരമൊരു സാഹചര്യം ഉണ്ടാകും എന്ന സൂചനകൾ ലഭിക്കുകയും ചെയ്യുന്നു. എന്താണ് കേരളത്തിലെ രാഷ്ട്രീയ നേതൃത്വം ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുമായി നിരന്തരം ബന്ധപ്പെടാനിടയാകുന്ന ഒരു സാഹചര്യം? രാഷ്ട്രീയ നേതൃത്വം കുറ്റവാളികളുമായി നിരന്തരം ബന്ധപ്പെടുന്നു എന്നൊരു ആരോപണം ശരിയല്ല. കവിത പിള്ള ചാനലുകളിൽ വളരെ ധാർഷ്ട്യത്തോടെ എനിക്ക് ചാനലുകളോട് ഒന്നും പറയാനില്ല, കാരണം ഉന്നതന്മാർ ഇടപെട്ടിട്ടുണ്ട്, അത് രാഷ്ട്രീയക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നൊക്കെ വലിയ അഹങ്കാരത്തോടെ പറഞ്ഞു പോകുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടു. കുറ്റവാളികളായ സ്ത്രീകൾക്ക് ഏറ്റവും ഷോർട്ട് കട്ടിലൂടെ കാര്യങ്ങൾ സാധിക്കാൻ അവർ കണ്ടിരിക്കുന്നത് ഉന്നതന്മാരുമായിട്ടുള്ള ഹിതവും അവിഹിതവുമായ ബന്ധമാണ് എന്നുള്ള അനാരോഗ്യകരമായ ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ വാസനയുള്ള സ്വഭാവത്തിൽ എത്രയും പെട്ടെന്ന് ധനികരാകണം എന്ന് താല്പര്യമുള്ള സ്ത്രീകൾ ഇതേപോലെയുള്ള കുറുക്ക് വഴികൾ ഉണ്ടാക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുന്നത് കേരളത്തിലെ സാധാരണക്കാരായ സ്ത്രീകളോടും സാധാരണക്കാരായ ജനത്തിനോടും നടത്തുന്ന ഒരു വെല്ലുവിളിയാണ്. ആയിരക്കണക്കിന് സ്ത്രീകൾ പകലോളം അധ്വാനിച്ച് കുടുംബത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയും സമൂഹത്തിൽ കുടുംബത്തിനുള്ള അന്തസ്സിന് വേണ്ടിയും കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയും അധ്വാനിക്കുമ്പോൾ ലക്ഷക്കണക്കിന് സ്ത്രീകൾ വീട്ടിലിരുന്നു കൊണ്ട് വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിന്റെ ത്യാഗവും കഷ്ടവും എല്ലാം കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും ഭദ്രതയ്ക്ക് വേണ്ടി കാഴ്ചവെക്കുമ്പോൾ ഇതേപോലെയുള്ള കുറ്റവാളികളായ സ്ത്രീകൾ രാഷ്ട്രീയത്തിലാണെങ്കിലും മറ്റേതെങ്കിലും രീതിയിൽ ഉന്നതരായിട്ടുള്ള ആളുകളോട് രഹസ്യമായ ബന്ധവും പരസ്യമായ ബന്ധവും അതുമൂലമുള്ള സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കുന്നതിന് തികച്ചും അപലപിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതെ ശ്രീമതി ലാലി വിൻസെന്റ്, അത് എങ്ങനെ സംഭവിക്കുന്നു? അതിൽ രാഷ്ട്രീയ നേതാക്കൾക്ക്, ഉന്നതാധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമില്ല എന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഉത്തരവാദിത്തമുണ്ട്.
ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരും രാഷ്ട്രീയ നേതാക്കളും കടന്നു വന്നിട്ടുള്ള വഴികൾ, അവരുടെ മാതൃകയായിട്ടുള്ള വഴികൾ, ഈ വഴികളിലെല്ലാം മാതൃകയായിട്ടുള്ള വ്യക്തികൾ ആരും ഇതേപോലെയുള്ള വീക്ക്നെസ്സുകൾ ഉണ്ടായിരുന്നവരല്ല. തീർച്ചയായിട്ടും ഉന്നതന്മാരും രാഷ്ട്രീയ നേതാക്കന്മാരും സ്വയം പരിശോധന നടത്തി സ്വഭാവത്തിന്റെ ശുദ്ധി വർദ്ധിപ്പിക്കേണ്ട സാഹചര്യമാണ് എന്ന് തന്നെയാണ് എന്റെ വിവക്ഷ. ശ്രീ റിയാസ്, ഇത് പറയുമ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും ഇങ്ങനെ തന്നെയാണ്, മുൻപ് അങ്ങനെ ആയിരുന്നില്ല, പുതിയ കാലത്തിന്റെ രാഷ്ട്രീയ നേതൃത്വം ഈ രീതിയിൽ മാറിപ്പോയിരിക്കുന്നു, ഈ രീതിയിൽ ക്രിമിനലുകൾക്കും തട്ടിപ്പുകാർക്കും തട്ടിപ്പ് നടത്താവുന്ന അന്തരീക്ഷത്തിലേക്ക് എല്ലാ രാഷ്ട്രീയക്കാരും മാറിയിരിക്കുന്നു എന്ന ഒരു പൊതുവൽക്കരണമാണ് ലാലി ബിൻസൺ നടത്തിയത്. ഇതൊക്കെ കേരളത്തിലെ 1ാം ക്ലാസ്സിലെ കുട്ടിക്ക് അറിയാം. UDF സർക്കാർ, അത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി അധികാരത്തിൽ വന്നതിന് ശേഷം കേരളത്തിൽ നടക്കുന്ന തട്ടിപ്പുകൾ, തട്ടിപ്പ് സംഘങ്ങൾക്ക് ഒക്കെ ആരൊക്കെയാണ് സഹായം ചെയ്തു കൊടുക്കുന്നതെന്ന്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയതിനു ശേഷം ഒരു മെഗാ സീരിയൽ പോലെയാണ് ഓരോ ദിവസവും ഓരോ തട്ടിപ്പ് വരുന്നത്. ഇവിടെ കേവലം ഒരു സ്ത്രീകളുടെ മാത്രം പ്രശ്നം ആക്കി മാറ്റി തീർക്കുന്ന രീതിയിലേക്ക് പറഞ്ഞത് ദൗർഭാഗ്യകരമാണ്. സലീം രാജ് ഒരു സ്ത്രീയല്ല. മുഖ്യമന്ത്രിയുടെ എല്ലാമായി കുറേ കാലം തൊട്ടടുത്ത് നിലനിന്ന സലീം രാജിനെക്കുറിച്ച് കോടതി പരാമർശം നടത്തിയത് സലീം രാജ് എന്നൊരു സാധാരണ പോലീസുകാരന് ഈ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഒറ്റയ്ക്കുണ്ടാക്കാൻ പറ്റില്ല, പിന്നിലാരോ ഉണ്ട് എന്നാണ്. പിന്നിലാരാണ് എന്ന് എല്ലാവർക്കും അറിയാം. കോഴിക്കോട് കുന്നുമലിൽ ഡാനിഷ് മജീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഡയറി ഫാം നടത്തിയിട്ടാണ് തട്ടിപ്പ് നടത്തിയത്. ഉമ്മൻചാണ്ടി അവിടെ നിത്യ സന്ദർശകനായിരുന്നു. ഫയാസിൻ്റെ സ്വർണ്ണക്കടത്ത് തട്ടിപ്പ്, ഉമ്മൻചാണ്ടിക്കൊപ്പം എന്നും നിൽക്കുന്ന സ്റ്റാഫ് ബാലകൃഷ്ണനും ഫയാസും നിരന്തരം കോണ്ടാക്ട് നടത്തിയിരുന്നു, എല്ലാവർക്കും അറിയാം. ബിജു രാധാകൃഷ്ണൻ തട്ടിപ്പ്, സരിതയുടെ തട്ടിപ്പ്. അപ്പോൾ എല്ലാ തട്ടിപ്പിലും തട്ടിപ്പ് സംഘത്തിനും ധൈര്യം കൊടുക്കുന്ന, പിന്തുണ കൊടുക്കുന്ന വ്യക്തിയായി ഉമ്മൻചാണ്ടി മാറിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ശ്രീ റിയാസ്, ഇത് ഏത് മുന്നണി അധികാരത്തിലിരുന്നാലും ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നതിന് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ കാലത്ത് ഉയർന്ന പല ആരോപണങ്ങളും തെളിവുകളായുണ്ട്. ലോട്ടറി കേസിലായാലും ലിസ്റ്റ് തട്ടിപ്പ് കേസിലായാലും അതിനെക്കുറിച്ചൊക്കെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ. ഇപ്പോൾ ഫയാസിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഫയാസ് കോഴിക്കോട് ജയിലിലെത്തി TP വധക്കേസിലെ പ്രതികളെ കണ്ടു എന്ന ആരോപണം. പൊതുവിൽ ഇത്തരം ആളുകളുമായി രാഷ്ട്രീയ നേതാക്കൾക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് ജനം വിശ്വസിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇതൊരു അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണമാണ്. ഇപ്പോൾ ഈ സരിത തന്നെ, ബിജു രാധാകൃഷ്ണൻ തന്നെ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് കൃത്യമായി പരാതി വന്ന് ജയിലിലായതും സരിത ജയിലിൽ വെച്ച് പിന്നീട് പ്രസവിക്കാൻ ആശുപത്രിയിലേക്ക് പോയതും അതിന് സെക്യൂരിറ്റിയായി നിന്നിരുന്ന പോലീസുകാരി സരിത പിന്നീട് UDF ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വന്നപ്പോൾ അന്ന് ഒപ്പം പോയത് പറഞ്ഞത് ഉൾപ്പെടെ നമുക്കറിയാം. അന്ന് സരിത ഉൾപ്പെടെ പിന്നെ ജയിലിൽ നിന്ന് ഇറങ്ങി ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണകാലത്ത് തമിഴ്നാട്ടിലേക്കാണ് പോയത്. പിന്നെ ഭരണം മാറി ഉമ്മൻചാണ്ടി വന്നപ്പോഴാണ് സരിതയും ബിജു രാധാകൃഷ്ണനൊക്കെ തട്ടിപ്പിന് വേണ്ടി വീണ്ടും കേരളത്തിലേക്ക് വന്നത്. അപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാരിൻ്റെ കാലത്ത് മുഖം നോക്കാതെ നിലപാടെടുത്തിരുന്നു. ആ നിലപാടെടുത്തതിൻ്റെ ഭാഗമായി ഇത്തരം തട്ടിപ്പുകളില്ല, കൊട്ടേഷൻ സംഘങ്ങളില്ല, ഒന്നും കേരളത്തിലില്ലായിരുന്നു. ഇന്ന് ഇവയൊക്കെ തന്നെ തിരിച്ച് വീണ്ടും വന്നിരിക്കുകയാണ്. ഇവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനമാണ് ശ്രീ ഉമ്മൻചാണ്ടി എടുത്തുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞു വരാം ശ്രീ കെ വേണുവിലേക്ക്. ശ്രീ കെ വേണു, ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കവിതാ പിള്ള ഉൾപ്പെട്ട കേസ്, അത് മെഡിക്കൽ കോളേജുകളിൽ PG സീറ്റ് വാങ്ങി നൽകുന്നതിന് കോഴ അല്ലെങ്കിൽ പണം വാങ്ങി തട്ടിപ്പ് നടത്തി എന്ന കേസാണ്. ഈ കേസിൽ പണം നൽകിയിരിക്കുന്നത് ഡോക്ടർമാരുണ്ട്, MBBS കഴിഞ്ഞ ഡോക്ടർമാരുടെ രക്ഷിതാക്കളുണ്ട്. ഇവരാണ് ഈ കേസിൽ കോടികൾ അല്ലെങ്കിൽ ലക്ഷങ്ങൾ നൽകിയിരിക്കുന്നത്. ഏതാണ്ട് 6 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്നാണ് അനൗദ്യോഗികമായി പോലീസിൻ്റെ കയ്യിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സമൂഹത്തിൻ്റെ ഉയർന്ന നിലയിൽ നിൽക്കുന്നവർ, വിദ്യാഭ്യാസപരമായി മുന്നോക്കം നിൽക്കുന്നവർ, ഇവരൊക്കെ തന്നെ ഇത്തരം തട്ടിപ്പുകാരുമായി യാതൊരു മറയുമില്ലാതെ അല്ലെങ്കിൽ യാതൊരു മടിയുമില്ലാതെ ഇടപെടാൻ തയ്യാറാകുന്നു. ഈ സാമൂഹ്യ സാഹചര്യം എത്രത്തോളം ഗൗരവമേറിയതാണ്? ഒപ്പം ഇതേ കേസിലെല്ലാം തന്നെ രാഷ്ട്രീയ നേതാക്കളും ഉന്നതരുമായി ബന്ധമുണ്ട് എന്ന് തുറന്നു പറയാൻ ആരോപണ വിധേയർക്ക് യാതൊരു മടിയും ഉണ്ടാകുന്നില്ല. ഇത് കുറച്ച് നാളുകളായി കേരളത്തിൽ ഉണ്ടായി വന്നിട്ടുള്ള ഒരു പുതിയ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അത് അങ്ങനെ തന്നെ കാണുന്നുള്ള പ്രകാരമാണ്. ഞാൻ ഏതെങ്കിലും പാർട്ടിയുടെയോ ഏതെങ്കിലും നേതാവിന്റെയോ അങ്ങനെ ചില പ്രശ്നങ്ങൾ മാത്രമായിട്ട് ചുരുക്കി കണ്ടാൽ നമുക്ക് ഈ പ്രശ്നത്തെ മനസ്സിലാക്കാനേ കഴിയില്ല. അപ്പോൾ ഈ ആടുമാഞ്ചിയം തട്ടിപ്പുകളുടെ ഒരു കഥയെക്കുറിച്ച് നമ്മൾ എല്ലാവരും പറയാറുണ്ട്. പക്ഷെ കൃത്യമായി വസ്തുതയെ പരിശോധിച്ച അന്ന് മുതൽക്ക്
അസംഖ്യം തട്ടിപ്പ് കേസുകളുടെ വലിയൊരു പരമ്പര. അതിലൊന്നും വലിയ നേതാക്കന്മാരോ രാഷ്ട്രീയക്കാരൊന്നും ആദ്യം പങ്കെടുത്തിരുന്നില്ല. ജനങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു. പക്ഷെ ജനങ്ങൾ മൊത്തത്തിൽ കബളിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട്. അത് കേരളത്തിൽ മറ്റൊരു രീതിയിൽ കൂടി പരിശോധിക്കുന്നുണ്ട്. അധ്വാനത്തോട്, കായിക അധ്വാനത്തിന് തമിഴന്മാരോ ബീഹാരികളോ ഒക്കെ വേണം എന്നുള്ളൊരു അവസ്ഥ വന്നത് കായിക അധ്വാനത്തിൽ ഏർപ്പെടാൻ മലയാളി തയ്യാറില്ലാത്തൊരവസ്ഥയുണ്ട്. കായിക അധ്വാനത്തിൽ ഏർപ്പെടാതെ എളുപ്പത്തിൽ പണം ഉണ്ടാക്കുന്ന ഒരു മനോഭാവത്തിലേക്ക് കേരളത്തിന്റെ സാമൂഹ്യ ഘടന മാറിയിട്ടുണ്ട്. അതിന്റെ തുടർച്ചയിടുന്ന എനിക്ക് തോന്നുന്നു മറ്റൊരു സംസ്ഥാനത്തിലും ഇല്ലാത്ത രീതിയിൽ തട്ടിപ്പ് കേസുകളുടെ വലിയൊരു പരമ്പര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ഇതിന് അധികാര സ്ഥാപനങ്ങളെ ഉപയോഗിക്കാനും ഇവര് ശ്രമിച്ചു തുടങ്ങി. അതിന്റെ പുതിയ പുതിയ ഡെവലപ്മെന്റുകളാണ് ഈ പറഞ്ഞ സരിത ഉൾപ്പെടെയുള്ള സംഭവഘാതങ്ങളെല്ലാം തന്നെ. അതിൽ ഇപ്പൊ നേരത്തെ ഇവിടെ ചർച്ചയ്ക്ക് വന്ന പോലെ എന്റെ അഭിപ്രായത്തിൽ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങനെ രണ്ട് മുന്നണികൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല ഇക്കാര്യത്തിൽ നിന്നുള്ളതാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട പബ്ലിക് റിലേഷൻസ് ഓഫീസറൊക്കെ ആയിരുന്ന ഫിറോസിന്റെ കാര്യത്തില്ല. അയാളെ കൊണ്ടൊരാളെ കൃത്യമായിട്ട് നിയമിച്ചത് ഇടതുപക്ഷമാണ്. അതിന്റെ തുടർച്ച ഇട്ട് പോകുന്നതാണ്. ഞാൻ അതിന്റെ ഒരു ഭാഗത്തെ മാത്രമായിട്ട് പറയുകയല്ല. പൊതുവിൽ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അത് വന്നിട്ടുണ്ട്. അധികാരം ഇടതുപക്ഷത്തിന് വലിയ മേന്മയൊന്നും പറയാൻ കഴിയാത്ത വിധം ഇതിലൊക്കെ ഇൻവോൾവ് ചെയ്യുന്നത് എല്ലാവരും. അതിനേക്കാൾ കൂടുതലാണ് മറ്റവരാണെന്ന് പറയുന്നത് കേൾക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റും അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരും കൂടുതൽ തട്ടിപ്പുകൾക്കും മറ്റതിന്റെ ഭാഗവാക്കുകളാണെന്ന് പറഞ്ഞാൽ എനിക്ക് യോജിപ്പാണ്. അത് പൊതു അവസ്ഥ തന്നെയാണ്. അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള ഒരു വലിയൊരു തകർച്ചയുടെ അപജയത്തിന്റെ പ്രതിഫലനമായിട്ട് നമ്മൾ ഇതിനെ കാണാതിരിക്കുന്നു. അത് ഗുരുതരമായ വിഷയമായിട്ട് നമ്മൾ കാണുന്നത്. ശ്രീ കെ വേണു, അത് പൊതുവായ ഒരു പ്രവണത തന്നെയാണ്. അധികാരം എല്ലാ തലത്തിലും ഇങ്ങനെ തന്നെയാണ്. അത് ഇടത് വലത് ഭേദമില്ല എന്ന് പറയുമ്പോഴും ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പ്രവണത കൂടുന്നു എന്ന് പറയാനാവുമോ? അതെനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് കൃത്യമായിട്ട് എടുത്ത് പറയാൻ കഴിയില്ല. കാരണം പ്രശ്നത്തെ നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കൂടി വളരെ വലുതാക്കി എന്നുള്ളതും ശരിയാണ്. വളരെ ഭംഗിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഒരു പരിധിവരെ സാമൂഹ്യ ബോധം ഉണ്ടാക്കാൻ സഹായകമാണെങ്കിൽ നല്ലതുമാണ്. അല്ലാതെ പക്ഷെ പ്രത്യേകിച്ചൊരു വ്യത്യാസം എനിക്ക് തോന്നിയിട്ടില്ല. ഉമ്മൻചാണ്ടിയുടെ നേരിട്ടുള്ള പങ്കാളിത്തം എന്നുള്ളത് തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗൗരവമുള്ള വിഷയമാണ്. തെളിയിക്കപ്പെടുന്നത് വരെ ഞാനത് നമ്മൾ പറയില്ല. അദ്ദേഹത്തിന് അതിൽ പങ്കാളിത്തം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും തെളിയിക്കപ്പെടണമെന്നാണ്. തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ രീതിയിൽ അദ്ദേഹം രാജിവെക്കാൻ നിർബന്ധിതമാണെന്നുള്ള പ്രകാരം. പക്ഷെ തെളിയിക്കപ്പെടണം എന്നുള്ള യാഥാർത്ഥ്യം. ശ്രീ കെ വേണു, ഇത്തരം കേസുകൾ പുറത്തു വന്നാൽ കർശനമായ നടപടികൾ സ്വീകരിച്ചു, കേസെടുത്തു, നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നു, നിയമപരമായി ചെയ്യാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് എന്നാണ് സാധാരണ നിലയ്ക്ക് ഭരണ സംവിധാനം വിശദീകരിക്കുക. ഈ തട്ടിപ്പുകൾ നടക്കുന്ന സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ തട്ടിപ്പുകൾ നടക്കുമ്പോൾ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ പാർട്ടികൾ സജീവമായി പ്രവർത്തിക്കുകയും ചെയ്യുന്നത്. ഇത് മുൻകൂട്ടി തിരിച്ചറിയാനും അതിനെ തടയാൻ പാകത്തിൽ നിലപാടുകൾ എടുക്കാനും കൂടെ ബാധ്യസ്ഥമല്ലേ രാഷ്ട്രീയ സംവിധാനം, രാഷ്ട്രീയ പാർട്ടികൾ? അവരുടെ പരാജയം കൂടിയല്ലേ യഥാർത്ഥത്തിൽ ഇത്തരം തട്ടിപ്പുകൾ നിരന്തരം അരങ്ങേറാൻ കാരണമാകുന്നത്? യാതൊരു സംശയമില്ല. കേന്ദ്ര വിഷയം തന്നെ അതാണ്. കാരണം ഒരു 40-50 വർഷം മുമ്പത്തെ കേരളത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ, കേരളത്തിന്റെ മൊത്തം ജനകീയ അടിസ്ഥാനമൊക്കെ പറയുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിനാണ് പ്രധാന പങ്കുണ്ടായിരുന്നത്. അതൊരു രാഷ്ട്രീയത്തെ വളരെ വ്യത്യസ്തമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ജനകീയമായി ജനങ്ങൾക്ക് വേണ്ടി സത്യസന്ധമായി ശക്തമായി പൊരുതുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു. കാരണം എല്ലാ പാർട്ടികൾക്കും അതിന് നിർബന്ധിതരായിരുന്നു. ഇടതുപക്ഷമായി മുൻകൈയെടുക്കുന്നതാണ് അറിയുന്നത്. പക്ഷേ അവസ്ഥ ഇടതുപക്ഷത്തിന് ഉൾപ്പെടെ മാറുകയുണ്ടായി. രാഷ്ട്രീയം എന്നുള്ളത് അധികാരവും സമ്പത്തും പങ്കിടാനുള്ള ഒരു സംവിധാനമായി മാറിയിരിക്കുന്നു. അത് ലോകവ്യാപകമായി തന്നെ പാർലമെന്ററി ജനാധിപത്യത്തിൽ സംഭവിച്ചിട്ടുള്ള അപജയം കൂടിയാണ്. അത് ഇവിടുത്തെ ഇടതുപക്ഷത്തിന് അതിൽ നിന്നും മാറി നിൽക്കാനൊന്നും കഴിയില്ല. അപ്പൊ ഇങ്ങനെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പൊതുവിൽ അധികാരവും സമ്പത്തും പങ്കിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അതിനെല്ലാത്തിനും കൊളറായ്മകൾ ചെയ്യാൻ അവർ നിർബന്ധിതരാകുന്നു. വ്യക്തികൾ എന്ന രീതിയിൽ കുറെ പേര് മാന്യന്മാരോ നല്ലവരോ ഒക്കെ ഉണ്ടാകാന്നുള്ളൂ. പക്ഷെ പൊതുവിൽ വ്യവസ്ഥ മാറിയിരിക്കുന്നു. അപ്പൊ ജനങ്ങൾ നിസ്സഹായരായി മാറി. ജനങ്ങളിതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവർക്ക് രാഷ്ട്രീയത്തോട് തന്നെ വെറുപ്പാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞൊരു അധികാര വെല്ലാൾപ്പണിയാണ് എന്നാണ് സാധാരണ ജനങ്ങൾ മനസ്സിലാക്കുന്നത്. തങ്ങൾക്ക് കുറച്ച് അധികാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു കിട്ടണം, പോലീസ് സ്റ്റേഷനിൽ പോകണം, ബാങ്ക് ലോൺ എടുക്കണം, മറ്റതിന് ഇതിനൊക്കെയുള്ള എല്ലാവന്മാർ മാത്രമാണ് ഇന്ന് രാഷ്ട്രീയക്കാർ ജനങ്ങളുടെ മുന്നിൽ. ആ അവസ്ഥയിലേക്ക് പൊതുവായുള്ള അപസ്പദനം ഉണ്ടായിട്ടുണ്ട്. അത് ഗുരുതരമായ അവസ്ഥയാണ്. ഇപ്പൊ ജനാധിപത്യത്തെ വീണ്ടെടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള വലിയ ചർച്ചയാണ് ഇത് വരേണ്ടത്. ശ്രീ കെ വേണു ദയവായി ടെലിഫോൺ ലൈനിൽ തുറക്കുക. ശ്രീ ബാബു എം പലിശ്ശേരി, അങ്ങനെ ജനാധിപത്യത്തെ വീണ്ടെടുക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കേരളം മാറിപ്പോയിരിക്കുന്നു. ദല്ലാൾമാരായി രാഷ്ട്രീയ നേതാക്കൾ പ്രവർത്തിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അതുകൊണ്ടാണ് ഏത് തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെടുന്നയാളും ഉന്നത ബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നത്, അതുമായി ബന്ധപ്പെട്ട സൂചനകൾ പുറത്തു വരുന്നതും. തീർച്ചയായിട്ടും ഇപ്പോ
നമ്മൾ ഈ കേരളത്തിൽ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം നമ്മൾ കാണുകയാണ്. ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കാണുകയാണ്. ഒരു രസികനായിട്ടുള്ള ഒരു പോലീസ് ഓഫീസർ കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു, ഒരു കള്ളനെ പിടിച്ചാൽ, ഒരു തട്ടിപ്പുകാരനെ പിടിച്ചാൽ ഇപ്പോ പെട്ടെന്ന് അദ്ദേഹത്തെ മോശമായ രീതിയിൽ ചോദ്യം ചെയ്യാനൊന്നും പറ്റില്ല. കള്ളൻ പോലീസിനെ അല്ല തൊഴുന്നത്, പോലീസ് കള്ളനെയാണ് തൊഴുന്നത്. എന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എവിടെ ഏതുവരെ ബന്ധമുണ്ട്, ഏത് ഉന്നതങ്ങളിൽ ബന്ധമുണ്ട്? അപ്പൊ എന്ത് തട്ടിപ്പ് കേസ് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് പിടിക്കപ്പെടുമ്പോഴും അതെല്ലാം നീണ്ടു ഈ ഭരണത്തിലെ ഉന്നത കേന്ദ്രങ്ങളിൽ എത്തിപ്പെടുകയാണ്. നിങ്ങൾ എല്ലാ കേസും എടുത്തോളും, പ്രമാദമായിട്ട് ഇപ്പൊ പുറത്തു വന്ന എല്ലാ കേസുകളും അവർക്കെല്ലാം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്നാ വരുന്നത്. ഇതൊന്നും ആദ്യം പറയുകയും പിന്നെ നിഷേധിക്കപ്പെടുകയല്ല. ഇതിലെല്ലാം പെട്ടുന്ന ആൾക്കാർ അവരെല്ലാം രക്ഷപ്പെടുകയാണ്, അല്ലെങ്കിൽ അവരെ രക്ഷപ്പെടുത്തുകയാണ്, രക്ഷപ്പെടുത്താൻ വേണ്ട സാഹചര്യം ഒരുക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യം ഇതിനു മുമ്പ് കേരളത്തിൽ കണ്ടിട്ടില്ല. ഇപ്പോ ചില ആൾക്കാർ, വേണുവായാലും നിങ്ങളായാലും ചില മാധ്യമങ്ങളായാലും ഒക്കെ ശ്രമിക്കുന്നത് രാഷ്ട്രീയക്കാർ എന്നാണ് നിങ്ങൾ പറയുന്നത്. പക്ഷേ ഇത് UDF മാത്രം ഞങ്ങൾ ഈ തട്ടിപ്പുകാർക്ക് സഹായിച്ച വല്ല അനുഭവങ്ങളുണ്ടോ? അല്ലെങ്കിൽ ഈ തരം മോശപ്പെട്ട ആൾക്കാർ നടപടിയെടുത്ത അനുഭവമല്ലേ ഞങ്ങൾക്കുള്ളത്? കഴിഞ്ഞ LDF ഭരണകാലത്ത് മോഷണങ്ങളാവട്ടെ, തട്ടിപ്പുകളാവട്ടെ, അല്ലെങ്കിൽ ഇതുപോലെ അതിക്രമങ്ങളാവട്ടെ, അവയെല്ലാം നിലച്ചില്ലേ? ഇവിടുന്ന് പോയില്ലേ? തമാശക്കാണെങ്കിലും പറയാറുണ്ട്, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പടക്കം പൊട്ടിച്ചത് തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിലാണെന്ന്. എല്ലാവരും കേരളത്തിലേക്ക് വന്നില്ലേ? വിമാനത്തിൽ കേരളത്തിൽ വന്ന് മാല പൊട്ടിക്കുന്ന വാർത്ത മാതൃഭൂമിയിലും മനോരമയിലും മാധ്യമത്തിലും ഒക്കെ വന്നില്ലേ? അപ്പോ ഇത് തട്ടിപ്പുകൾക്കെല്ലാം സംരക്ഷണം കൊടുക്കുന്ന ഒരു ഗവൺമെന്റായി ഈ ഗവൺമെന്റ് മാറുകയാണ്. ഇതിൽ ഉന്നതരായിട്ടുള്ള ആളുകൾക്ക് ഇത്തരം മോശപ്പെട്ട ആളുകളുമായിട്ടാണ് ബന്ധം. ഇത് കേരളം തിരിച്ചറിയുന്നുണ്ട്. ഒരു സംശയവും വിചാരിക്കേണ്ട, കേരളത്തിലെ ആളുകൾ ഇതെല്ലാം മനസ്സിലാക്കുന്നുണ്ട്. റൈറ്റ്. ബാബു എംബാലിശ്ശേരി, താങ്കളിലേക്ക് തിരിച്ചു വരാം. ലാലി വിൻസെന്റ് ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ലാലി വിൻസെന്റ്, ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇത്തരം സംഭവങ്ങളിൽ മുൻകൂട്ടി ഇടപെടാൻ കഴിയാത്തൊരു സാഹചര്യം, അത്രമാത്രം ജനങ്ങളിൽ നിന്ന് അകന്നു പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യം, അത് ഇത്തരം തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കുന്നുണ്ടോ? തട്ടിപ്പുകൾക്ക് അവസരമൊരുക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും മാത്രമാണോ? ഇതിലെ പൊതുജന പ്രബുദ്ധത, പൊതുജനങ്ങളുടെ പ്രതികരണ ശേഷി മുതലായവയും ഉൾപ്പെടുത്തേണ്ട ആവശ്യമുണ്ട്. രാഷ്ട്രീയ പാർട്ടികളിൽ UDF എന്നോ കോൺഗ്രസ് എന്നോ പറഞ്ഞുകൊണ്ട് CPM അങ്ങനെ കൈകഴുകി മാറി നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം CPMന്റെ ഭരണകാലത്തും ഇതേപോലെയുള്ള തട്ടിപ്പുകളും കേസുകളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരു പോസ്റ്റ്മോർട്ടം ചെയ്ത് അവരെ അപമാനിക്കുക എന്നുള്ളതല്ലല്ലോ ഈ ചർച്ചയുടെ ലക്ഷ്യം. ഈ ചർച്ചയിൽ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത് ധാർമ്മികമായി ഉണ്ടാകുന്ന മൂല്യച്യുതിയെ കുറിച്ചാണ്. ഇവിടെ പൊതുജനങ്ങളുടെ പ്രതികരണത്തിലും ചില അലംഭാവമില്ലേ? ഈ തട്ടിപ്പ് കേസിൽ, ഇപ്പൊ കവിതയുടെ കേസിൽ തന്നെ കോഴ കൊടുത്ത് മെഡിക്കൽ സീറ്റുകൾ വാങ്ങാൻ ശ്രമിക്കുന്നത് പൊതുജനങ്ങളുടെ ഒരു വിഭാഗം തന്നെയല്ലേ? അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ഈ കാലത്ത് ഇത് നടക്കും എന്ന ഒരു ബോധ്യം ജനങ്ങൾക്കുണ്ടാവും. തനിക്ക് ഉന്നതമായ ബന്ധങ്ങളുണ്ട്, സർക്കാർ തലത്തിൽ തന്നെ ബന്ധങ്ങളുണ്ട് എന്ന് വരുത്തി തീർക്കുക വഴി ആളുകളെ വിശ്വസിപ്പിക്കാൻ ഇത് ഉപകരിക്കും. ഇതൊക്കെ തന്നെ ഒരു ഭരണത്തിന്റെ അവസ്ഥയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഈ ഭരണത്തിൽ ഇതൊക്കെ സാധ്യമാകും എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഈ തട്ടിപ്പുകാർക്ക് കഴിയുന്നു എന്ന് വേണം കരുതാൻ. അങ്ങനെ ഒരു ദുരവസ്ഥ ഉണ്ടായതിൽ ഖേദമുണ്ട്. കഴിഞ്ഞ കുറെ മാസങ്ങളിലായിട്ട് പല തട്ടിപ്പ് കേസുകളും പുറത്തേക്ക് വരികയാണ്. ഈ തട്ടിപ്പ് കേസുകളുടെ എല്ലാത്തിന്റെയും ചോദ്യചിഹ്നം ചെന്ന് നിൽക്കുന്നത് ഭരണത്തിന്റെ മേലെയാണ് എന്ന് വരുന്നതിൽ വളരെ ഖേദമുണ്ട്. പക്ഷേ വിശദമായ അന്വേഷണം നടക്കുമ്പോഴാണ് ഈ തട്ടിപ്പ് കേസുകളെല്ലാം ആരംഭിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കാലത്താണ് എന്ന് മനസ്സിലാകുന്നത്. ബിജു രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ സംഭവം ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണകാലത്തുണ്ടായതാണോ? സരിത ജയിലിൽ പോയി എന്ന് പറയുന്ന കാലഘട്ടവും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഭരണത്തിന്റെ കാലത്തുള്ള. ലാലി വിൻസെന്റ്, ക്രിമിനൽ സംഭവങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാവും, കുറ്റകൃത്യങ്ങൾ ഉണ്ടാവും. പക്ഷേ അത് ഭരണവുമായി ബന്ധപ്പെടുമ്പോഴാണ് അത് രാഷ്ട്രീയമായി ചർച്ചയാവുന്നത്. അങ്ങനെ ഭരണവുമായി ബന്ധപ്പെട്ട് പോയതിൽ ഖേദമുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞത്. സലീം രാജിന്റെ കേസിലും സരിതയുടെ കേസിലും ബിജു രാധാകൃഷ്ണന്റെ കേസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ
ഉണ്ടായ ചില ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിയുടെ മറയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രിയെയും ഭരണത്തിനെയും അവമാനപ്പെടുത്തത്തക്ക രീതിയിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ള സാഹചര്യത്തെ കോൺഗ്രസ് വിലയിരുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇനി മുതൽ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ പാർട്ടി മോണിറ്ററിംഗ് തീരുമാനിച്ചതും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ചില നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്ന് UDFും കോൺഗ്രസ് പാർട്ടിയും ചർച്ച ചെയ്തതും. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കേസും ഇനി ഇതിനോടനുബന്ധമായി ഉണ്ടാകുന്ന കേസുകളും വിശദമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ ആരൊക്കെയാണ് ഉന്നതരെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. മെഡിക്കൽ കോളേജിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ കക്ഷികൾ മാത്രമല്ല എന്ന് കവിത ചാനലുകളോട് പറയുന്നതും കേട്ടു. അപ്പൊ ഇത് രാഷ്ട്രീയ കക്ഷികളുടെ മാത്രം കുറ്റമല്ല. സമൂഹത്തിന്റെ വിവിധ ഉന്നത തലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തികൾ എളുപ്പത്തിൽ പണമുണ്ടാക്കുന്നതിനും ജീവിതം ആർഭാടകരമാക്കുന്നതിനും കുറ്റവാളികളായ സ്ത്രീകളെ ഉപയോഗിക്കുന്നു എന്ന് വേണം കരുതാൻ. റൈറ്റ് ലാലി വിൻസെന്റ്, മടങ്ങി വരാം. മുഹമ്മദ് റിയാസ്, ഇപ്പോൾ ഇവിടെ ലാലി വിൻസെന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുജനങ്ങളുടെ ഒരു പ്രതികരണം, പൊതുജനങ്ങളുടെ ധാർമ്മിക മൂല്യത്തോടുള്ള ഒരു പ്രതിബദ്ധത, ഇത്തരം സംഗതികൾ ഉണർത്തിക്കൊണ്ടുവരുന്നതിൽ മുൻകാലങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് വലിയ പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യത്തിൽ അത്തരം ഒരു പങ്ക് കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ വഹിക്കുന്നുണ്ടോ? അങ്ങനെ വഹിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അതിൽ പരാജയപ്പെടുകയോ ചെയ്യുന്നത് ഇത്തരം ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നില്ലേ? അല്ല, ഇത് യഥാർത്ഥ കുറ്റവാളികളെ സംരക്ഷിക്കുക എന്നുള്ള സമീപനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ ശ്രീ വേണുവായാലും കോൺഗ്രസിൻ്റെ നേതാവായാലും പറഞ്ഞിട്ടുള്ളത് രണ്ട് രീതിയിലാണെങ്കിലും ഉദ്ദേശം ഒന്നാണ്. ശ്രീ വേണുവിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അത് അരാഷ്ട്രീയവൽക്കരണത്തിൻ്റെ ഭാഗമാണ്. എല്ലാം ഒക്കെ കണക്കാണ്, എല്ലാം തട്ടിപ്പാണ്, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒരുപോലെയാണ് എന്ന് പറയുന്നതിൻ്റെ പ്രചരണത്തിന് പിന്നിൽ കൃത്യമായ രാഷ്ട്രീയമുണ്ട്. ഇവിടെ തട്ടിപ്പിനെതിരെയൊക്കെ തന്നെ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള നിലപാട് എന്ത് എന്ന് ഞാൻ നേരത്തെ വിശദീകരിച്ചിട്ടുണ്ട്, വീണ്ടും ആവർത്തിക്കുന്നില്ല. ഇവിടെ കോൺഗ്രസിൻ്റെ സുഹൃത്ത് പറഞ്ഞിരിക്കുന്നത് തട്ടിപ്പുകാർക്ക് എല്ലാ സൗകര്യവും ഒരുക്കി കൊടുക്കുന്ന ഗവൺമെൻറ് അല്ല കുഴപ്പം, നാട്ടിലെ ജനങ്ങളാണ് കുഴപ്പമെന്നാണ്. ഇത് കോൺഗ്രസ് പാർട്ടിക്ക് ഈ അഭിപ്രായമായിരിക്കാം, അതായിരിക്കും ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സരിത ഉൾപ്പെടെ ഈ സോളാർ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള തട്ടിപ്പ് 23 കേസ് ചാർജ് ചെയ്ത് 16 ജാമ്യം കിട്ടിയിരിക്കുകയാണ്. ദുർബലമായ FIR. സലീം രാജിൻ്റെ തട്ടിപ്പിനെ കുറിച്ച് പറഞ്ഞു. സലീം രാജ് ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിഴലായി നടന്നയാളാണ്. കോടികളുടെ ആസ്തി ഉണ്ടെന്ന് പറയുന്നു. സലീം രാജ് ഉമ്മൻചാണ്ടിയുള്ള ബന്ധം, കോൺഗ്രസുമായിട്ടുള്ള ബന്ധം ഞാൻ ഇവിടെ വിശദീകരിക്കേണ്ട. ഡയറി ഫാം ആസ്ട്രേലിയയിൽ നിന്നുൾപ്പെടെ പശുക്കളെ ഇറക്കി നടത്തുന്ന തട്ടിപ്പ് കോഴിക്കോട് ജില്ലയിലാണ് നടന്നത്. ഉമ്മൻചാണ്ടി നേരിട്ട് ഡയറി ഫാം സന്ദർശിച്ചു. അപ്പോൾ ചാണകം മുതൽക്ക് സോളാർ വരെയുള്ള തട്ടിപ്പ് സംഘങ്ങൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്ന ഒരു ഭരണം മുമ്പ് ഇങ്ങനെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒക്കെ കണക്കാണ് നടത്തുന്ന പ്രചരണം. അത് മാത്രമല്ല, ഇപ്പോൾ സോളാർ കേസ് എടുത്താലും ഇപ്പോഴുള്ള മെഡിക്കൽ PG കേസ് എടുത്താലും ഒക്കെ ആളുകൾ പണം നൽകി ഇത്തരം സൗകര്യങ്ങൾ വാങ്ങാനും അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് വിധേയരാകാനും തയ്യാറായി നിൽക്കുന്നതിൻ്റെ ഒരു കാരണം എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ അല്ലെങ്കിൽ എളുപ്പത്തിൽ സ്ഥാനങ്ങൾ ലഭിക്കാൻ, എളുപ്പത്തിൽ ഡിഗ്രികൾ ലഭിക്കാൻ ഒക്കെ ഇത് സഹായിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരം ഒരു സാഹചര്യം നിലവിൽ വരുമ്പോൾ അതൊരു സാമൂഹിക വിപത്തായി കണ്ട് അതിനെ പ്രതിരോധിക്കേണ്ട ബാധ്യത രാഷ്ട്രീയ സംവിധാനങ്ങൾക്കില്ലേ? അത്തരം ഒരു പ്രവർത്തനം കേരളത്തിലെ രാഷ്ട്രീയ സംവിധാനങ്ങൾ, രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടോ? ഇതൊരു നയത്തിൻ്റെ പ്രശ്നമാണ്. നവലിബർ നയം 1991 നമ്മുടെ രാജ്യത്ത് തുടങ്ങിയപ്പോൾ അതിൻ്റെ സ്വാഭാവിക പരിണാമമാണ് അഴിമതി, കോടികളുടെ അഴിമതി. 2G സ്പെക്ട്രം ഉൾപ്പെടെയുള്ള ലക്ഷം കോടികളുടെ അഴിമതിയായി മാറി. ഇത്തരം നയം നടപ്പിലാക്കിയതിന് ശേഷം ക്വിക്ക് മണി, പെട്ടെന്ന് പണമുണ്ടാക്കുക, അല്ലെങ്കിൽ പ്രോഫിറ്റ് മോട്ടീവ്, ലാഭ കേന്ദ്രീകൃതമായ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനം നടത്താനുള്ള മനസ്സുകളെ സൃഷ്ടിക്കുന്ന ഒരു ആഗോളവൽക്കരണ കാലഘട്ടത്തിലെ ഈ നവലിബർ നയത്തിൻ്റെ സ്വാഭാവിക പരിണാമമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകളും ഒക്കെ തന്നെ. ഈ നയം പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടികൾ, അതിൻ്റെ നേതൃത്വം, ഭരണാധികാരികൾ ഇത്തരം സംഘങ്ങളെ സംരക്ഷിക്കുകയാണ്. അത് രാജ്യത്തും നടക്കുന്നുണ്ട്, കേരളത്തിലും നടക്കുന്നുണ്ട്. ഈ നയം എവിടെയൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിൽ ഇത്തരം തട്ടിപ്പുകൾ വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇതിനെതിരെ നല്ല നിലയിൽ ജനങ്ങളെ അണിനിരത്തി അതിശക്തമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തി ഇത്തരം തട്ടിപ്പ് നടത്തുന്ന ഭരണാധികാരികളെ നിലക്ക് നിർത്താനും അവർ തിരുത്തിയിട്ടില്ലെങ്കിൽ അവരെ മാറ്റി കൊണ്ടുവരാനും വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് നാട്ടിൽ ഉയർന്നു വരുന്നത്. ശ്രീ കെ വേണു, നവ ലിബറൽ നയങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ കാണാൻ കഴിയുമോ? അതും കൂടി ബന്ധപ്പെട്ട് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷെ ഇവിടെ എന്റെ സുഹൃത്ത് എന്റെ രാഷ്ട്രീയവാദത്തെ കുറിച്ച് പറഞ്ഞതിൽ നിന്ന് ഞാൻ തുടങ്ങാം. തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു ആരോപണം ഉന്നയിക്കുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല. പക്ഷെ എന്റെ നിലപാടെന്ന് പറയുന്നത് നമ്മളെ ഇതുപോലുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയില് കക്ഷി രാഷ്ട്രീയ പാർട്ടികൾക്ക് അതീതമായി സിവിൽ സമൂഹം
ജനാധിപത്യത്തിൽ പ്രധാന പങ്ക് വഹിക്കണം എന്ന് ചിന്തിക്കുന്ന ആളാണ്. അത് രാഷ്ട്രീയമല്ല, അത് ഞങ്ങളൊക്കെ പറയുന്നത് സൂപ്പർ പൊളിറ്റിക്സ് എന്നാണ്. അതായത് അതിരാഷ്ട്രീയമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ രാഷ്ട്രീയ വ്യവസ്ഥയെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളൊരു നിലപാടാണ്. കക്ഷി രാഷ്ട്രീയ പാർട്ടികളെ വെറുതെ കണ്ണടച്ചെല്ലാം തുല്യമാണെന്ന് പറയുകയല്ല ഞാൻ ചെയ്യുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് പരിശോധിച്ചു നോക്കുള്ളൂ. കേരളത്തിന്റെ പ്രത്യേക ചരിത്രത്തെ പരിശോധിച്ചാൽ 40-കൾ 50-കൾ ഒരുപാട് പരിധി ഒരു 60-കൾ ഒക്കെ തന്നെ ഒരു പ്രത്യേക രാഷ്ട്രീയം ഉണ്ടായിരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷത്തിനും പ്രധാന പങ്കുണ്ടായിരുന്നു. അന്നത്തെ പൂജ്യബോധവും എല്ലാം തന്നെ വ്യത്യസ്തമായിരുന്നു. ആവശ്യം കോൺഗ്രസിന് അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു പങ്കാളിത്തൊന്നും അത്രയും മൂല്യബോധം ഉണ്ടാക്കുന്നതിലില്ല. സ്വാതന്ത്ര്യ സമര കാലഘട്ടം മുതൽക്ക് ഇപ്പോഴും തുടരുന്നവരെ ഇറക്കുന്ന ഒരേ നിലപാടാണ്. കേരളത്തെ വ്യത്യസ്തമാക്കി നിർത്തിയ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടായ അപജയം വളരെ പ്രധാനമാണ്. ഞാൻ തുല്യമായിട്ട് കാണുന്നില്ല. കാരണം ഏറെക്കുറെ കോൺഗ്രസിന്റേതിന് തുല്യമായ അവസ്ഥയിലേക്ക് ഇടതുപക്ഷ രാഷ്ട്രീയം അപജയപ്പെട്ടു പോയി എന്നുള്ളതാണ് കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക്. അതുകൊണ്ടാണ് പൊതുസമൂഹം, അന്നത്തെ പൊതുസമൂഹം എന്ന് പറയുന്നത് മുഖ്യമായ ഇടതുപക്ഷ നേതൃത്വത്തിന്റെ മുൻകൈയിലാണ് ജനങ്ങൾ പ്രതികരിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഒരു ഇടതുപക്ഷ പാർട്ടിയുടെ നേതൃത്വം ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല. ഇപ്പൊ ഏത് വലിയ സമരം നടത്തിയാലും ഇടതുപക്ഷ പാർട്ടികൾക്ക് അവരുടെ പാർട്ടി കേഡർമാരെ മാത്രമേ കിട്ടുള്ളൂ. തിരുവനന്തപുരത്തെ പ്രതിരോധ സമരത്തിന് ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളെയാണ് കൊണ്ടുവന്നത്. അതേ പറ്റുള്ളൂ. ജനങ്ങൾ കിട്ടാത്ത അവസ്ഥ നോക്കും. അപ്പൊ ആ അപജയത്തിൽ പ്രധാന ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിന് തന്നെയാണ്. അതും കൂടി കാണേണ്ടതുണ്ട്. കാരണം കോൺഗ്രസിന്റെ കാര്യം തീർച്ചയായിട്ടും നവലിബറൽ നയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങൾ മൊത്തത്തിലുണ്ടാകുന്നത് വരെ യോജിപ്പ് തന്നെയാണ്. പക്ഷെ അതിന് ബദലായി ഫലപ്രദമായ സാമ്പത്തിക നയങ്ങൾ മുന്നോട്ട് വയ്ക്കാൻ ഇടതുപക്ഷത്തിന് കഴിയാതെ പോകും. അവർ പലപ്പോഴും അധികാരത്തിൽ വരുന്നു. ബംഗാളിൽ 30 കൊല്ലം അധികാരത്തിൽ നിന്നു. എന്നിട്ട് ഒരു ബദൽ സാമ്പത്തിക നയം അവർക്ക് അവതരിപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള പ്രശ്നം കൂടിയുണ്ട്. അല്ലാതെ വെറുതെ നവലിബറൽ നയങ്ങളെ വിമർശിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല. ലോകവ്യാപകമായി അതില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇടതുപക്ഷം നേരിടുന്ന ഒരു ക്രൈസിസാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവര് ഈ നവലിബറൽ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ അവരും പോകാൻ നിർബന്ധിതരമാകുന്നു എന്നുള്ള അവസ്ഥയിൽ നിന്നാണ് കേരളത്തിന്റെ ഈ ഇന്നത്തെ അവസ്ഥ. പൊതുസമൂഹത്തിന് മാത്രമേ കുറ്റപ്പെടുത്തിയിട്ട് കാര്യം. പൊതുസമൂഹം എന്ന് പറയുന്നത് സ്വയം നേതൃത്വമുള്ളവരല്ല. അതിന് നേതൃത്വം ഉണ്ടാവുക തന്നെ വേണം. രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം വഹിച്ചിരുന്നത് ഇനി സിവിൽ സമൂഹ നേതൃത്വം എന്നൊക്കെ പറഞ്ഞ് പുതിയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായി വരണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണ് എന്നെ. ശ്രീ കെ വേണു, തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് അധികാരത്തിലെത്തുക എന്നതിനപ്പുറത്ത് സാമൂഹിക ജീവിതത്തിൽ ഇടപെടുന്ന ഒരു ജൈവിക പ്രക്രിയ രാഷ്ട്രീയ പാർട്ടികൾക്ക് മുൻകാലത്തുണ്ടായിരുന്നു. അത്തരമൊരു പ്രക്രിയയിലേക്ക് രാഷ്ട്രീയ സംവിധാനങ്ങൾ മടങ്ങി വരാത്തത് ഇത്തരം തട്ടിപ്പുകൾ വർദ്ധിക്കാൻ കാരണമാകുന്നു എന്നാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതെ, അത് മാത്രമല്ല രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇനി അങ്ങനെ മടങ്ങി വരാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ രാഷ്ട്രീയ പാർട്ടികൾ അധികാരം പങ്കിടൽ തന്നെയാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തെറ്റാണെന്ന് എനിക്ക് അഭിപ്രായമില്ല. കാരണം പാർലമെന്ററി ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുന്നത് അധികാരത്തിന്റെ പങ്ക് ലഭിക്കാനാണ്. അവർക്ക് ഓരോ പാർട്ടിക്കുമുള്ള വോട്ട് ബാങ്കിന്റെ അനുസൃതമായ അധികാര പങ്കാളിത്തം അവർക്ക് ലഭിക്കുന്നു. ആ വോട്ട് ബാങ്ക് സംരക്ഷിക്കുകയും നിലനിർത്തുകയും ചെയ്യാൻ അവർ നിർബന്ധിതരാണ്. വോട്ട് ബാങ്ക് വർദ്ധിപ്പിക്കുകയും വേണം. അതിനുവേണ്ടിയുള്ള നടപടികളിലേക്ക് മാത്രമായി രാഷ്ട്രീയ പാർട്ടികളുടെ നയപരമായ സമീപനങ്ങൾ പോലും മാറുന്നു. അതിന് ജാതിയെയോ മതത്തെയോ മറ്റെന്തിനെയോ ഉപയോഗിക്കാനും നവലിബറൽ നയമാണെങ്കിൽ അതിനെ ഉപയോഗിക്കാനും അവർ തയ്യാറാകുന്നു. അത് ഇടതുപക്ഷം വലതുപക്ഷം വ്യത്യാസമില്ലാത്ത രീതിയിലേക്ക് അത് എത്തിയിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ശ്രീ റിയാസ് മറുപടി. അല്ല, ഇതിൽ ഇടതുപക്ഷത്തിൻ്റെ അപജയമാണ് ഇത്തരം അഴിമതിക്ക് കാരണമെന്ന് പറയുന്നത് പാലിശമാണ്. ഇവിടെ സലീം രാജ് മുഖ്യമന്ത്രിയുടെ നിഴലായി നടക്കുന്ന സലീം രാജ് നടത്തുന്ന ഭൂമി തട്ടിപ്പ് ഉൾപ്പെടെയുള്ള അഴിമതി, അത് ഇടതുപക്ഷത്തിന്റെ അപജയമാണോ പ്രശ്നം? ക്ഷമിക്കാൻ ഇടപെടുന്നുണ്ട്. റിയാസ്, കെ വേണു ചൂണ്ടിക്കാണിച്ചത് അതല്ല. യഥാർത്ഥത്തിൽ ഇത്തരം തട്ടിപ്പുകൾക്ക് ഇടതുപക്ഷത്തിന്റെ അപജയം മാത്രം കാരണമാകുന്നു എന്ന അർത്ഥത്തിലല്ല. സാമൂഹിക പ്രക്രിയയിൽ വളരെ സജീവമായി ഇടപെട്ടിരുന്ന ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് അത്തരം ഇടപെടലുകളിൽ നിന്ന് പിന്നാക്കം നിൽക്കേണ്ടി വരുന്നു. അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയമോ അധികാരമോ മാത്രം ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനങ്ങളിൽ അത് പരിമിതപ്പെട്ടു പോകുന്നു. അതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് കെ വേണു ചൂണ്ടിക്കാണിച്ചത്. അല്ല, ഇതൊരു അടിസ്ഥാനരഹിതമായ ഒരു ആരോപണമാണ്. ഇടതുപക്ഷം പാർലമെന്ററി രാഷ്ട്രീയത്തിൽ അധികാരത്തോടും മറ്റു വിഷയങ്ങളോടും എടുക്കുന്ന നിലപാടെന്ന് ജനങ്ങൾക്കറിയാം. വളരെ കൃത്യമായി ജനങ്ങൾ അറിയുന്ന, അല്ലെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ നിലപാട് എന്ത് എന്ന് എല്ലാവർക്കും അറിയുന്നതാണ്. ഇവിടെ പ്രക്ഷോഭങ്ങളിലെ ഇടതുപക്ഷത്തിൻ്റെ പ്രക്ഷോഭങ്ങളിലെ പങ്കാളിത്തം, പ്രക്ഷോഭത്തിൻ്റെ വിജയം, അതൊക്കെ തന്നെ ആകെ പണ്ട് ഗംഭീരമായിരുന്നു, ഇപ്പോൾ മോശമാണ് എന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഒരു അരാഷ്ട്രീയ പ്രചരണത്തിൻ്റെ ഭാഗവാക്കായിക്കൊണ്ടാണ് ഇതിവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു സമരത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? സമരത്തിൻ്റെ മുദ്രാവാക്യം ജനങ്ങളുടെ മനസ്സുകളിൽ എത്തിക്കുക, അതിൻ്റെ ശരിമ ജനങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്.
ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം ഏറ്റെടുത്തുള്ള പ്രക്ഷോഭങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം ജനങ്ങളുടെ മനസ്സുകളിലെത്തി. ഉമ്മൻചാണ്ടിയെ വഴിയിൽ തടയുന്നതോടൊപ്പം കരിങ്കൊടി കാണിക്കുന്നതോടൊപ്പം ഈ പ്രക്രിയ കൂടി ഏറ്റെടുക്കാൻ തയ്യാറാവേണ്ടതല്ലേ എന്നതാണ് ചോദ്യം. അത് ഇടതുപക്ഷം മുമ്പ് ഏറ്റെടുത്തിട്ടുണ്ട്, ഇപ്പോഴും ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്നതിന് മുന്നോട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. ഇവിടെ യഥാർത്ഥ അജണ്ടകൾ, യഥാർത്ഥ വിഷയങ്ങളെ വഴിമാറ്റി എല്ലാം കണക്കെന്ന് പ്രചരിപ്പിച്ച് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളെ സഹായിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ, മുന്നണികളെ സംരക്ഷിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇത്തരം ആരോപണങ്ങളുടെ പിന്നിലുള്ളത്. ലാലി വിൻസെന്റ് ഇപ്പോഴും ടെലിഫോൺ ലൈനിൽ ഉണ്ട് എന്ന് കരുതുന്നു. ലാലി വിൻസെന്റ്, കെ വേണു സംസാരിച്ചത് കേട്ടുകാണും. രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് ആകെ ഉണ്ടായ പരാജയം തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കും അധികാര രാഷ്ട്രീയത്തിലേക്കും പരിമിതപ്പെടുകയും അത് നിലനിർത്താൻ വേണ്ടി മാത്രമുള്ള പ്രയത്നങ്ങളിൽ ഉൾപ്പെടുകയും ചെയ്യുന്നത് കൊണ്ട് ഉണ്ടായ അപജയം അത് ഒരു കാരണമാണ് എന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. തീർച്ചയായും വേണു പറഞ്ഞതിനോട് ഭാഗികമായി ഞാൻ യോജിക്കുകയാണ്. റിയാസ് പറഞ്ഞത് ഞാൻ വളരെ ശ്രദ്ധാപൂർവം കേൾക്കുകയായിരുന്നു. നവലിബറൽ സിദ്ധാന്തത്തെ റിയാസ് പറയുമ്പോൾ റിയാസ് മറന്നുപോകുന്ന ഒരു കാര്യമുണ്ട്. വളരെ സൗകര്യപൂർവം റിയാസ് പറയാൻ ഇഷ്ടപ്പെടാത്ത ഒരു വിഷയമുണ്ട്. മാർക്സിസ്റ്റ് പാർട്ടി എന്നും സാമൂഹ്യ അനീതികൾക്കെതിരെ ഉറക്കെ സംസാരിക്കുകയും ജനങ്ങളെ അണിനിരത്തുകയും ചെയ്ത മാർക്സിസ്റ്റ് പാർട്ടി ഇന്ന് കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ മാത്രം ഫലമുള്ള ജന്മി മുതലാളി സംഘടനയായി മാറിയത് എങ്ങനെയാണ്? ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജന്മിത്വ സ്വഭാവത്തിനെതിരെ ചോദ്യം ചെയ്ത ടിപിയുടെ കൊലപാതകത്തിന്റെ പിന്നിലുള്ള ചേതോവികാരം എന്തായിരുന്നു? മാത്രവുമല്ല, ഇപ്പോൾ ചാനലുകൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ലാവ്ലിൻ കേസും അതേപോലെ തന്നെ ഡാറ്റാ സെന്റർ കേസും ആരുടെ പ്രവർത്തനത്തിന്റെ കെടുകാര്യസ്ഥതയുടെ ഫലമാണ്? ഇനി അതും മാത്രമല്ല, ഈ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന് എതിരെ ഇടതുപക്ഷം സമരം നയിക്കുകയാണ് ഈ ദിവസങ്ങളിലൊക്കെ എന്ന് പറഞ്ഞു. എന്താണ് ആ സമരത്തിന്റെ പ്രത്യേകത? സമരം ചെയ്യുന്നുണ്ട് എന്ന് പറയുകയും യഥാർത്ഥത്തിൽ സമരം ഇല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയും ചെയ്യുന്നു. തിരുവനന്തപുരത്ത് വലിയ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ട് 26-ാം മണിക്കൂറിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ സമരം നിർത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പോകുന്നതും ഞങ്ങൾ കണ്ടതാണ്. ശ്രീ ഉമ്മൻചാണ്ടിയുടെ യാത്രാമധ്യേ ഡിവൈഎഫ്ഐയിൽപ്പെട്ട 5ഓ 6ഓ കുട്ടികളെ പറഞ്ഞുവിട്ട് കരിങ്കൊടി കാണിച്ച് വളരെ ദുർബലമായി സമരം കാണിക്കുന്നതും ഞങ്ങൾ കണ്ടതാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അവരുടെ കുറ്റകൃത്യങ്ങൾ പുറത്തേക്ക് വരരുതെന്നും അതുകൊണ്ട് കോൺഗ്രസിനെ പ്രകോപിപ്പിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്നുമുള്ള തീരുമാനത്തിന്റെ പേരിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇരട്ടത്താപ്പ് നയം ഉണ്ടാക്കുന്നു. എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങളെ പ്രതിരോധിക്കുന്നു എന്ന് കാണിക്കാൻ ചില നാടകങ്ങളും നടത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കാലത്ത് വൃത്തിയായി ഭരിക്കാതെയും മന്ത്രിമാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാക്കിയും മന്ത്രിമാരെ മുഖ്യമന്ത്രി അവമാനിച്ചും ഘടകകക്ഷികളെ അവമാനിച്ചും കേരളത്തിന് ഒരു ഭരണം കൊടുത്തില്ല. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, അതൊക്കെ ഇപ്പോഴുമുണ്ട്. സ്വന്തം കക്ഷിയിലും ഘടകകക്ഷികളിലും ഒക്കെ അത്തരം പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആരോപണങ്ങൾ കൊണ്ട് ഇപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ വന്നിട്ടുള്ള ഈ ആരോപണങ്ങളെ മറയ്ക്കാനാവുമോ? ഒന്നല്ല, നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്. ശ്രീ വേണു പറഞ്ഞത് പോയിന്റ് ഭാഗികമായി ശരിയാണ്. തെരഞ്ഞെടുപ്പിന് വേണ്ടി ഘടകകക്ഷികളെ സ്നേഹിച്ചു നിർത്തുകയും സാമൂഹ്യ സംഘടനകളെ സ്നേഹിച്ചു നിർത്തുകയും തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയും ചെയ്തു കഴിയുമ്പോൾ മതസംഘടനകളെയും സാമൂഹ്യ സംഘടനകളെയും മറ്റു സംഘടനകളെയും പ്രീണിപ്പിക്കാൻ വേണ്ടി വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരികയും ചെയ്യുമ്പോൾ രണ്ട് ഭാഗത്തുമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ തനതായ മൂല്യത്തിൽ മായം ചേർക്കപ്പെടുന്നുണ്ട്. ഇതേക്കുറിച്ച് സമൂഹവും സാഹിത്യകാരന്മാരും ചിന്തകന്മാരും എഴുത്തുകാരും വ്യക്തമാണ്. റിയാസ്, തുടക്കം മുതൽ തന്നെ ചില ആത്മപരിശോധനകൾക്ക് ലാലി വിൻസെന്റിനെ പോലുള്ള നേതാക്കൾ തയ്യാറാകുമ്പോൾ കണ്ണടയ്ക്കാൻ ശ്രമിക്കുകയാണ് റിയാസിനെ പോലുള്ള നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ. അല്ല, ഇവിടെ എനിക്കിത് വലിയ തമാശയായിട്ടാണ് തോന്നുന്നത്. സമരങ്ങളോട് എന്ത് സമീപനമാണ് ഇവിടെ UDF ഗവൺമെൻറ് എടുക്കുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. സമരങ്ങളുടെ വിജയവും പരാജയവും ഒക്കെ സ്കെയിൽ വെച്ച് അളക്കുന്നവർ മഹാത്മാഗാന്ധി കാണിച്ചു തന്ന ബ്ലാക്ക് ഫ്ലാഗ് പ്രൊട്ടസ്റ്റ്, കരിങ്കൊടി സമരം, ആ കരിങ്കൊടി സമരത്തോട് മുമ്പ് UDF ഭരിച്ചപ്പോൾ വെടിവെച്ച് 5 പേരെ കൊലപ്പെടുത്തി. ഇപ്പോൾ ജയപ്രസാദ് എന്ന ചെറുപ്പക്കാരനെ ഭീകരമായി മർദ്ദിച്ചു. വിവരക്കേടിൻ്റെ പര്യായമായിക്കോട്ടെ, ഒരു വ്യക്തി, ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് കൂത്തുപറമ്പ് ആവർത്തിക്കുന്നതാണ്. 1994 നവംബർ 25 കൂത്തുപറമ്പ് വീണ്ടും ആവർത്തിക്കുമെന്ന് പറഞ്ഞവരാ. അവർ ഓർക്കേണ്ടത് നവംബർ 25 കഴിഞ്ഞ് പിറ്റേ ദിവസം നവംബർ 26
കേരളത്തിൻ്റെ പോലീസ് സ്റ്റേഷനുകളിൽ ഒരൊറ്റ പോലീസുകാരും പേര് പോലും രജിസ്റ്ററിൽ ഒപ്പുവെക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള ബഹുജന രോക്ഷം അതിൻ്റെ ഭാഗമായി ഉയർന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രക്ഷോഭങ്ങൾ അന്നും ഇന്നും എന്നും ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. ആ പ്രക്ഷോഭങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നടത്തിയിട്ടുള്ളത്. ആ പ്രക്ഷോഭങ്ങൾ ഉയർത്തിപ്പിടിച്ചത് നന്മ ശരി ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ തന്നെ കൃത്യമായിട്ട് അറിയാം. പിന്നെ CPM-നെ കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ വളരെ കൃത്യമായി CPM-ന്റെ കണക്കും CPM എന്ന് പറഞ്ഞ പാർട്ടിയുടെ മാതൃകാപരം പ്രവർത്തനവും വിവരിച്ചിട്ടുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിയും കൊടുത്ത ഫണ്ടിൽ നിന്നും 25-30 ലക്ഷം രൂപ പെട്ടിയിൽ നിന്നും ചോർന്നു പോയ കഥയൊന്നും ഞാൻ പറയേണ്ട, ഒക്കെ നാട്ടുകാർക്ക് അറിയുന്നതാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ കൃത്യമായി ജനത്തിന് അറിയുന്ന കാര്യങ്ങളാണ്. റൈറ്റ്. മുഹമ്മദ് റിയാസ്, ഇത്തരം തട്ടിപ്പുകൾ ഉണ്ടാകുന്ന ഒരു സാഹചര്യം അത് ഒഴിവാക്കും വിധത്തിലുള്ള പ്രവർത്തനങ്ങൾ, അത്തരം പ്രവർത്തനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കോ മാർക്സിസ്റ്റ് പാർട്ടിക്കോ കാര്യമായ സംഭാവനകൾ ചെയ്യാനില്ല ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എന്നാണോ, അതോ ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ അതുപോലെ നടന്നാൽ മതി എന്നാണോ? അല്ല, സമരങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, തട്ടിപ്പിനെതിരെയും തട്ടിപ്പിന് കാരണമായിട്ടുള്ള ഈ നയത്തിനെതിരെയും ഉജ്ജ്വലമായ പ്രക്ഷോഭങ്ങൾ ഉയർത്തിക്കൊണ്ടുവരിക, ജനങ്ങളെ ആകെ ബോധവൽക്കരിക്കുക, അണിനിരത്തുക. അതോടൊപ്പം തന്നെ ഇടതുപക്ഷം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയം അത് നന്മയുടെ രാഷ്ട്രീയമാണ്. സ്വന്തം മനസ്സിൽ ഇത്തരം തിന്മകളെ ചെറുക്കാനുള്ള ശരിയായ അർത്ഥത്തിലുള്ള ബോധവൽക്കരണം നാട്ടിലാകെ പ്രചരിപ്പിക്കാനും പ്രക്ഷോഭങ്ങൾ നടത്താനും നമുക്ക്. മുഹമ്മദ് റിയാസ്, അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, ബാബു എം പാലിശ്ശേരി, കെ വേണു, വളരെയധികം നന്ദി ഈ ചർച്ച